കുന്നത്തുനാട് NDA സ്ഥാനാർത്ഥി ശ്രീ ബാബു ദിവാകരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താ ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? ഗംഭീരമായി നടക്കുന്നു, ഉഷാറാണ്. എന്തായാലും പ്രത്യേകിച്ചും കുന്നത്തുനാട് 2020 കയ്യിലൊരു 4 പഞ്ചായത്തുള്ളത് കൊണ്ടും ഈ കഴിഞ്ഞ വികസന, അതായത് 2 ടൈമിലെ വികസന മാതൃകകൾ മുന്നോട്ട് വെച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായതുകൊണ്ടും വിജയപ്രതീക്ഷയുണ്ട്. അല്ല, അത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പുതിയ ചില ചിന്തകളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ് ഇത്തവണ കുന്നത്തുനാട്ടിലെ നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നിലൂടെയും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്നത്. ചില വ്യത്യസ്തമായ നിലപാടുകളാണ്. വ്യക്തമാക്കാം. അതായത് ഈ നിയമസഭാ സാമാജികർ നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം നിയമം നിർമ്മിക്കണം, പുതിയ നിയമങ്ങൾ, കാലക്രമപ്പെട്ടു പോയ നിയമങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ് അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ താഴെ തട്ടിൽ ജനങ്ങൾക്ക് എത്തണമെങ്കിൽ, ആവശ്യകത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എത്തണമെങ്കിൽ കുറേ നിയമക്കുരുക്കളുണ്ട്. ഈ നിയമക്കുരുക്കളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പം MLA ജോലി പ്രധാനമായിട്ടും അത് തന്നെയാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ വികസന പദ്ധതികളൊക്കെ ചീഫ് സെക്രട്ടറി മുതൽ താപ്പോട്ടും പഞ്ചായത്ത് മെമ്പർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിയമങ്ങൾ നിർമ്മിക്കണം. നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് തുടങ്ങി വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനകീയ കൂട്ടായ്മകളും മാധ്യമ പ്രവർത്തകരും വിദഗ്ധരും ഒക്കെയായി ചേർന്ന് ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കി അവിടെ നിന്ന് വേണം വികസന പ്രവർത്തനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ. അതിന് സുതാര്യത ഉണ്ടാവണം, അഴിമതി ഉണ്ടാകരുത്. തീർത്തും സത്യത്തിന്റെ പാതയിലായിരിക്കണം ആ യാത്ര. ഇപ്പോൾ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് വികസനം എത്തുന്നില്ല എന്നൊരു വിമർശനം കൂടി ഉണ്ടല്ലോ പ്രധാനമായിട്ടും. അതിദാരിദ്ര്യമുക്ത കേരളമാണ് എന്നാണ് LDF പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ഇത് തന്നെ. ഇവരുടെ ഒരു വികസന നയം തന്നെ അതാണ്. അപ്പോൾ അങ്ങനെ അല്ല എന്നാണോ? തീർച്ചയായിട്ടും പരസ്യവാചകങ്ങളല്ലല്ലോ. പരസ്യവാചകം കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മുടെ കേരളത്തിന്റെ പരസ്യവാചകം പോലെ പരസ്യത്തിൽ നമുക്ക് എത്ര നാൾ കളിക്കാൻ പറ്റും. യാഥാർത്ഥ്യം അതല്ല. പലയിടത്തും നമ്മൾ താഴെ പട്ടികജാതി സങ്കേതങ്ങളിൽ, അല്ലാതെ ജനറൽ വിഭാഗം സങ്കേതങ്ങളിൽ ചെന്നാൽ നമുക്കറിയാം ദാരിദ്ര്യം എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകളും 2020 മാഡം നേരത്തെ പറഞ്ഞ പോലെ 2020 ഉണ്ടാക്കി വെച്ച ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ NDA സഖ്യം കൂടെ ചേരുമ്പോൾ ചില പുതിയ കാഴ്ചപ്പാടുകളും ചില പുതിയ സങ്കല്പങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. തീർച്ചയായിട്ടും 2020 ഒരു വികസന മാതൃക തന്നെ ആയിരിക്കും മണ്ഡലം കയ്യിൽ വന്നാൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അതൊരു പ്രത്യേകിച്ച് സംവരണ മണ്ഡലമാണല്ലോ. ഈ സംവരണ മണ്ഡലത്തിൽ പലപ്പോഴും ഈ പട്ടികജാതി വിഭാഗങ്ങളുടെ ആ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നവർ പലരും പിന്നീട് അവരുടെ ഉന്നതി മാത്രം നോക്കി അങ്ങ് പോവുകയാണ്. അവരുടെ സങ്കേതങ്ങളിൽ ഇപ്പോഴും അനുഭവിക്കുന്ന ദുരിതമുണ്ട്, ദാരിദ്ര്യമുണ്ട്, വെളിച്ചമില്ലായ്മയുണ്ട്. ഇത് കുന്നത്തുനാടും ഒരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. അവിടെ പ്രതിനിധീകരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഈ വിഭാഗങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾക്ക് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നതി ഇട്ടുകൊണ്ടുള്ള 3 സെന്റ് വീടും കക്കൂസും കുളിമുറിയും അല്ലാതെ ഉന്നതി ഇട്ടുകൊണ്ടുള്ള വലിയ മുന്നേറ്റത്തിന് 2020 കൊടിയും പിടിച്ച് NDA സഖ്യത്തോടു കൂടി ഇവിടെ നിന്നൊരു വലിയ മുന്നേറ്റം ആരംഭിക്കുക. ഈ ഒരു 10 വർഷത്തെ ഒരു വികസന നയം എടുക്കുമ്പോഴും പ്രധാനമായും കുന്നത്തുനാട്ടിലെ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കൂടെയുള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒരു വ്യാവസായിക മേഖലയാണ്, അതിൽ നിന്നുള്ള മലിനീകരണ പ്രശ്നങ്ങൾ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കൂടി ആയിരിക്കും ഇതിലെ MLA എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ, എന്നൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ആർക്കും അതിനൊന്നും ഒരു നേരമില്ല. മാഡം പറഞ്ഞതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതാണ്. ഈ വ്യാവസായിക വളർച്ചയിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ കോടാനുകോടി CSR ഫണ്ട് നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ഇതിനൊരു കൂട്ടായ്മ വേണമല്ലോ, ഇതിന് ജനങ്ങളോടൊരു ചർച്ച വേണമല്ലോ, മാധ്യമപ്രവർത്തകരുമായിട്ടൊരു ബന്ധം വേണമല്ലോ. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കയറി നടന്നാൽ ഇത് എത്തത്തില്ല. അപ്പം അത്തരം വികസനം ഉണ്ടാവണം. ഈ മണ്ഡലത്തിൽ എവിടെയാണ് ഒരു നല്ല സർക്കാർ ഫണ്ട് പറയുമ്പോഴും കേന്ദ്രവിഹിതം പ്രോപ്പറായി കിട്ടുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉണ്ട്. അല്ല, ഇതെല്ലാം ഞാൻ പറയും, ഇതെല്ലാം ഒരു നമ്മളിതെല്ലാവരോട് കൂടി ചേർന്ന് ഒരു സംഘമായി മുന്നോട്ട് നോക്കുമ്പോൾ ഇതെല്ലാം വരും. എവിടെ വരാത്തത്? പിന്നെ എന്താ പറയുക, ഈ മണ്ഡലത്തിൽ ഒരു സർക്കാർ ആശുപത്രി ഇല്ല, നല്ലൊരു ആശുപത്രി ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മുന്നിൽ നിർത്തിയാണ് ഞങ്ങളുടെ പോരാട്ടം. പിന്നെ നിങ്ങളൊക്കെ എപ്പോഴും കൗതുക വാർത്തകളൊക്കെ ചെയ്യുന്നവരല്ലേ? ഞാൻ അടൂരിൽ നിന്നും ആണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഞാൻ മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അല്ലെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മാധ്യമപ്രവർത്തകർ വേണ്ടത്ര ഒരു പ്രോത്സാഹനം എനിക്ക് തരുന്നില്ല, എൻ്റെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. Thank you.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.